എസ് അരുൺ ശങ്കർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഇപ്പോ കോടതിക്ക് ആകെ കൺഫ്യൂഷൻ ആകുമല്ലോ. ബോബി ചെമ്മണ്ണൂർ എന്ത് കാണിച്ചു കൂട്ടുന്നു എന്നതിനൊപ്പം തന്നെ ഈ പറയുന്ന അണികൾ, ആരാധകർ എന്ത് കാണിച്ചു കൂട്ടുന്നു? അരുണിലേക്ക് വരാം. എല്ലാ ജനങ്ങളും അറിയണം. മനസ്സിലാക്കിയിരിക്കണേ ഈ കള്ളക്കഥകളും കള്ളക്കേസുകളും അറസ്റ്റ് ചെയ്യാം. ഒന്നും അറിയണ്ട, അന്വേഷിക്കേണ്ട, അറസ്റ്റ് ചെയ്യണം. എക്സ്പ്ലോസീവ്സ് സ്ഫോടനം നടക്കുന്ന ഒരു വസ്തുവല്ലേ, എവിടെയാണെങ്കിലും സ്ഫോടനം നടക്കുന്ന ഒരു വസ്തു കൈകാര്യം ചെയ്യണതിന് അതിൻ്റെതായ കുറെ മാർഗനിർദ്ദേശങ്ങളുണ്ട്, അത് പാലിക്കണ്ടേ? അങ്ങനെ പോലീസല്ല ഇത് ഏത് അനുവാദം ആരനുവാദം കൊടുത്തു പറഞ്ഞാലും പബ്ലിക്കിന്റെ ഇടയിൽ പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ പടക്കം പൊട്ടിക്കുക, ജയില് പോലെ സുരക്ഷിത മേഖലയിൽ പടക്കം പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമലംഘനമല്ലേ? കൂടാതെ ഇനി ഒന്നും അല്ലെങ്കിലും ഇവിടെ ഒരു ക്രമസമാധാനം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് പറഞ്ഞാൽ അനുസരിക്കാൻ പൊതുജനം ബാധ്യസ്ഥരല്ലേ? അപ്പൊ പിന്നെ പൊതുജനം ഞാൻ അസോസിയേഷനാണ്, ഞങ്ങളുടെ നേതാവിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുമോ? നാളെ വേറൊരാൾ പടക്കം ഞത്തിന് പകരം ഞാൻ ചെറിയ ബോംബ് പൊട്ടിക്കണം എന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റും? അത് നമുക്ക് പിന്നീട് ആലോചിക്കാം. നിയമവശങ്ങൾ എപ്പോഴും ഒഫൻസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിയമ നടപടികൾ സ്വീകരിക്കലല്ലേ നിവൃത്തിയുള്ളൂ. അപ്പൊ അങ്ങനെ അത് നമ്മൾ ഇവരെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവരെ ഇവിടുന്ന് മാറ്റാൻ സാധിക്കും കേട്ടോ. കാക്കനാട് ജയിലിന് മുന്നിൽ പോലീസിനെയും ധർമ്മസങ്കടത്തിലാക്കിയിരിക്കുകയാണ് ബോബി ഫാൻസ്. പടക്കം പൊട്ടിക്കും എന്ന് പോലീസിന് നേരെ ആക്രോശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ നിലയ്ക്ക് നിർബന്ധ ബുദ്ധിയോടുകൂടി പടക്കം ഞങ്ങൾ പൊട്ടിക്കുമെന്ന് പറയുമ്പോൾ പോലീസ് അതിന്റെ ക്രമസമാധാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. സംയമനത്തിനോടുകൂടി പോലീസും ഇടപെടുന്നുണ്ട്. അരുൺ ശങ്കർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അരുൺ, എന്തൊക്കെയാണ് അവിടെ ഇവർ കാണിച്ചു കൂട്ടുന്നത്? തീർച്ചയായിട്ടും ചിരിക്കുകയല്ലാതെ മറ്റ് മാർഗങ്ങളില്ല. കാരണം ബോബി ചെമ്മണ്ണൂർ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ ആൾക്കാർ ഇവിടെ എത്തിയത്. ബോബിക്ക് വേണ്ടിയിട്ട് പടക്കം പൊട്ടിക്കുമെന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ആ പടക്കം പൊട്ടിക്കാൻ വന്നെങ്കിലും പോലീസ് കൃത്യമായി ഇടപെടുകയും ആ പടക്കം അവിടെ നിന്ന് പിടിച്ചു വാങ്ങുകയും ചെയ്തിരിക്കുകയാണ്. ബോബിയെ കള്ളക്കേസിൽ കുടുക്കിയാണ് ജയിലിൽ ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആരോപണം. ഇങ്ങനെ കേരളത്തിലെ എല്ലാ പുരുഷന്മാരും സ്ത്രീകളാൽ പീഡിപ്പിക്കപ്പെടുകയായിരുന്നു എന്നുള്ള ഒരു പരിഹാസം ഉള്ള ഒരു ആരോപണമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഇവർ ഈ തങ്ങളുടെ ആഘോഷമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. പക്ഷേ പോലീസ് പറഞ്ഞിരിക്കുന്നത് പടക്കം പൊട്ടിച്ച് ഉൾപ്പെടെയുള്ള ഒരു തരത്തിലുള്ള ആഘോഷങ്ങളും നടത്താൻ അനുവദിക്കുന്ന സുരക്ഷിത മേഖലയാണ്, ജയിലിനോട് ചേർന്ന സ്ഥലമാണ്, അതുപോലെ തന്നെ പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന സ്ഥലമാണ്. മാറ്റിയിരിക്കുകയാണ്. ഇവരെ നേരത്തെ തന്നെ ബോബി ചെമ്മണ്ണൂരിന്റെ സംഘങ്ങൾ ഒഴിവാക്കിയിരുന്നു. ഇന്നലെ വൈകിട്ട് ഇവിടെ വലിയ നാടകമായിരുന്നു. വൈകിട്ട് തന്നെ ജയിലിൽ മുന്നിലിട്ട് പടക്കം പൊട്ടിക്കാനായിരുന്നു ഇവർ ആദ്യം ശ്രമിച്ചത്. പക്ഷേ പോലീസ് ഇടപെട്ട് അവിടെ നിന്ന് നീക്കം ചെയ്തിരുന്നു. ഇന്ന് രാവിലെ വന്ന ബോബി ചെമ്മണ്ണൂർ സംഘാംഗങ്ങൾ ഇവരെ അവിടേക്ക് വരുത്താതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. മറ്റ് ഫാൻസ് അസോസിയേഷൻകാരെയും അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വരുന്നതിൽ നിന്ന് അവർ തടഞ്ഞിരുന്നു. അങ്ങനെ കൂടുതൽ മുൻകരുതലായിരുന്നു അവരുടെ ഭാഗത്ത്.